ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഇന്ന് കുറെ ദിവസത്തിന് ശേഷമായിരിക്കും ഞാൻ ചിലപ്പോൾ വീഡിയോ ഇടുന്നത് കേട്ടോ. കാരണം ഫീവർ ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഞാൻ റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജീൻസ് ഹോൾ വീഡിയോ കേട്ടോ. ഞാൻ ഉള്ളതിന്റെ ഒക്കെ ലിങ്ക് കൊടുക്കാം. ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടൊന്നും ലിങ്കും ഒന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സോ ഫസ്റ്റത്തെ ജീൻസ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലാത്തൊരു ജീൻസാണ്. ഈ ഒരു കവറിൽ നിന്ന് കൂടെ എടുത്തിട്ടില്ല. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് റീസെന്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ജീൻസ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരുപാട് ജീൻസുകളൊന്നും വേണമെന്ന് ഒരിക്കലും പറയത്തില്ല. പക്ഷെ കോമൺ ആയിട്ടൊരു 3 കളറും, ഇപ്പൊ ഒരു ബാഗി ജീൻസ് അല്ലെങ്കിൽ ഒരു മോം ഫിറ്റ് വന്നിട്ടുള്ളത്, പിന്നെ ഒരു സ്ലിം ഫിറ്റ് വന്നിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. എന്നുണ്ടെങ്കിൽ ഒരു സ്കിന്നി ആയിട്ടുള്ള ജീൻസ് കൂടെ ഉണ്ടെങ്കിൽ അത് മതി. അത് കൂടുതൽ ജീൻസുകൾ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ജീൻസുകൾ ഇപ്പൊ ഞാൻ ഇപ്പം 2-3 ജീൻസുകൾ യൂസ് ആക്കുന്നുള്ളൂ. അപ്പൊ അത് അഴുക്കാകുമ്പോഴാണ് അടുത്ത ജീൻസ് മേടിക്കുക. സോ അപ്പൊ അതിനെക്കാട്ടും കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള 2-3 ജീൻസ് ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് മേടിച്ചിട്ട്. ആ മഴയാകുമ്പോൾ ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ നല്ല റേറ്റ് കുറവായിരുന്നു, അഫോർഡബിൾ ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരെണ്ണത്തിന് ഞാൻ മിന്ത്രയിൽ നിന്ന് ഓഫർ മേടിച്ചിട്ടുള്ളതാണ്. 331 രൂപയാണ്. ബോയ് ഫ്രണ്ട് ഫിറ്റ് വന്നിട്ടുള്ള ഒരു ജീൻസ് ആണ് ഇത്. കണ്ടോ, നല്ല ലൂസ് ആണ്. പിന്നെ ഞാൻ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 28 ആണ്. ഇത് കാഷ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ്. 28 ആണ് ഇതിന്റെ സൈസ്. ഇതെനിക്ക് ഈ ഒരു നമ്മുടെ ബട്ടക്സിന്റെ ഭാഗമൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ ഈ ഒരു വേസ്റ്റിന്റെ ഭാഗം ഒരു കുറച്ച് ലൂസാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാന്റ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റ് ആയിരുന്നു കേട്ടോ. സോ നല്ല മെറ്റീരിയൽ ആണ്. 331 രൂപയ്ക്ക് ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഓസം കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാന്റ് ആണ്. ദെൻ ലെങ്ത് വൈസിലാണെങ്കിലും എന്താണെങ്കിലും ഇറ്റ്സ് ഗുഡ്. നല്ല ജീൻസ് ആണ്. അപ്പം 28 ചില ജീൻസുകൾ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് 28 ഓക്കെ ആയിരിക്കും, ചിലത് 26 ആയിരിക്കാം ഓക്കെ ആയിട്ടുണ്ടാവുക. അതൊക്കെ ഒരു ബ്രാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. സോ ഇതാണ് എന്റെ ഫസ്റ്റത്തെ ജീൻസ് എന്ന് പറയുന്നത്. ഈ ഒരു നരച്ച ബ്ലാക്ക് ഷെയ്ഡിലേക്കുള്ള ഈ ഒരെണ്ണം കേട്ടോ. അടുത്ത ജീൻസ് എന്ന് പറയുന്നത് ഈ ഒരു ബാഗി ജീൻസ് ആണ്. ഇതിന്റെ ഞാൻ മുന്നേ അങ്ങാണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ ഒരു ബ്ലൂ കളർ ഇത് ഒരുപാട് കണ്ടു. ഇതിന്റെ ഈ നമ്മുടെ നീന്റെ അവിടെയൊക്കെ ആയിട്ടൊക്കെ ഇതിന്റെ പോക്കറ്റൊക്കെ വരുന്നിട്ടുള്ള ഒന്നാണ്. താഴത്തേക്ക് കുറച്ചൊരു ജയന്റെ ഒക്കെ ടൈപ്പ് പാന്റാണിത്. കാരണം ഈ ഒരു ഭാഗം നല്ല ടൈറ്റ് ആയിട്ടിരിക്കും, ഈ ഒരു ഭാഗം ലൂസ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പം ഇതിന് ഞാൻ കിഡ്സ് സെക്ഷനിൽ നിന്ന് മേടിച്ചിട്ടുള്ള ജീൻസ് ആണ്. ഇതിപ്പോ ഒരു 13 to 14 വയസ്സിൽ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ജീൻസ് ആണ്. ഇങ്ങനെ മേടിക്കുമ്പോൾ ഉള്ള എന്താ വെച്ചാൽ നമ്മുടെ ഫിറ്റിലേക്കുള്ളത് കിട്ടുന്ന മാത്രമല്ല, ഇതിന്റെ ഈ വേസ്റ്റ് സൈഡിലായിട്ട് ഇതേപോലെ ഒരു എലാസ്റ്റിക് ഇൻസൈഡ് വരുന്നുണ്ട്. സോ നമുക്ക് ആവശ്യത്തിന് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിന്റെ എടുത്തു പറയേണ്ട കാര്യം, കിഡ്സ് സെക്ഷനിൽ മേടിക്കുമ്പോൾ ഒരു 600 റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു ജീൻസ് കിട്ടുക. ഞാൻ ഇത് ഈസി ബൈ നാട്ടോ മേടിക്കുക. നിങ്ങൾ ആരെങ്കിലും എന്റെ സൈസൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഈസി ബൈ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കിഡ്സ് സെക്ഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവിടെ നിങ്ങൾക്ക് പറ്റിയ സൈസിലുള്ള ജീൻസുകൾ ചിലപ്പോൾ അവൈലബിൾ ആകും കേട്ടോ. അപ്പൊ ഈ ഒരു കളർ, ഈ ഒരു ബ്ലൂ, ഇതിന്റെ ഈ ഒരു നീന്റെ അവിടെയായിട്ട് കുറച്ചൊരു മങ്ങിയ ടൈപ്പ് ബ്ലൂ ആട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് കാണുമ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ആണ്. അപ്പൊ കാണുമ്പോൾ ഒരു പഴകിയ ജീൻസ് പോലെയൊക്കെ ഉണ്ടെങ്കിലും ഇത് അധികം ഞാൻ ഇട്ടിട്ടൊന്നും ഇല്ലാത്ത ജീൻസ് ആട്ടോ. വല്ലപ്പോഴും ഒക്കെ ഇടത്തുള്ളൂ. പിന്നെ ഈ വേസ്റ്റിന്റെ ഭാഗം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചിങ്ങനെ ചുരുണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ടൈറ്റ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. സോ ഇതാണ് എന്റെ വേറൊരു ജീൻസ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു പാച്ച് വർക്കൊക്കെ ഉള്ള ഒരു ജീൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇതും ഒരു ബ്ലൂ ആണ്. എന്റെ കയ്യിൽ കുറെ ബ്ലൂ ഉണ്ട് ആക്ച്വലി. പക്ഷെ എല്ലാ ബ്ലൂവിനും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇത് ഞാൻ ട്രെൻഡ്സിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ജീൻസ് ആണ്. അപ്പം ഈ ഒരു ജീൻസ് എനിക്ക് അത്ര ഒരു എന്നെ റിഗ്രറ്റ് ചെയ്തിട്ടുള്ള ഒരു ജീൻസ് ആണ്. ഇതിന് 999 ആയിരുന്നു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പാച്ച് വർക്ക് ഒക്കെ നല്ലോണം തന്നെ ഉണ്ട്. നല്ല ലൂസ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. പക്ഷെ ഇത് 28 ആണ് സൈസെങ്കിലും വേസ്റ്റ് ലൂസ് ആണ്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ജീൻസ് എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിത് പർച്ചേസ് ചെയ്ത് ബെൽറ്റ് ഇട്ട് യൂസ് ആക്കുന്നു മാത്രം. പക്ഷെ ചില ജീൻസിന് നമ്മൾ ബെൽറ്റ് ഇടുന്നത് ഭയങ്കര വൃത്തികേടാണ്. അതിന് ബെൽറ്റിന്റെ ആവശ്യം വരത്തില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് നമ്മൾ മീഷോയിൽ കഴിഞ്ഞ ദിവസം മറ്റേ ആ ക്ലിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കണം. സോ ഇതായിരുന്നു എന്റെ നെക്സ്റ്റ് ജീൻസ് എന്ന് പറയാം കേട്ടോ. ഈ ഒരു ഇതുള്ള ഞാൻ എല്ലാം ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിലായിട്ട് കാണിക്കാം. അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി അടുത്ത ജീൻസ് വീണ്ടും എഗെയിൻ ബ്ലൂ ആണ്. പക്ഷെ അതൊരു നേരത്തെ കണ്ട ബ്ലൂവിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു വൈറ്റ് കളർ ഇതിന് കൂടുതലാണ്. ഇതൊരു ബൂട്ട് കട്ട് വന്നിട്ടുള്ള ജീൻസ് ആണ്. ഇതിന് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീൻസ് ആയിരുന്നു. 500 രൂപ റേഞ്ചിലാണ് വരുന്നത്. പക്ഷെ അതിൽ കൂടുതൽ റേഞ്ചിൽ റേറ്റ് ഉണ്ട്. പക്ഷെ ഇതെനിക്ക് ഓഫർ പ്രൈസ് ആയതുകൊണ്ട് കിട്ടിയതാണ്. ഇതിന്റെ കണ്ടില്ല, ഈ അവിടെ ആയിട്ട് ഇങ്ങനെ കട്ടാണ് വരുന്നത്. പക്ഷെ നല്ല ഭംഗിയായിട്ടൊക്കെ ഇടുമ്പോൾ. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. ഇത് ഹബ്ബി ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ജീൻസ് ആണ്. ഇത് 26 ആണ് സൈസ്. എനിക്ക് അത്യാവശ്യം നല്ലതാണ്. പക്ഷെ ഇതിന്റെ കുഴപ്പം ഇടയ്ക്ക് ഇതിന്റെ സിപ്പ് ഒന്ന്
പോയി പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഓൾറെഡി ഇതിനകത്തുള്ള ഒരു ടാഗ് പൊട്ടിച്ചു. ആ ടാഗ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റിട്ടേൺ അടിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആദ്യം ഇട്ട് നോക്കിയ സമയത്ത് ഇത് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. അതിനുശേഷമാണ് ഈ ജീൻസ് ഇതിന്റെ ഈ സിബ് പോയ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അന്നേരം വർക്കായി, പിന്നെ അത് വർക്കായില്ല. പക്ഷെ ഒന്നും കുഴപ്പമില്ല. ഒന്ന് താഴത്തോട്ടാക്കി പിന്നെ മുകളത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയിട്ടുള്ള ഒരു ജീൻസ് ആണ് കേട്ടോ. അടുത്ത ജീൻസ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു ബ്ലൂ കളറാണ്. ഈ ഒരു ബ്ലൂ ആട്ടോ അത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ കയ്യിൽ അത്യാവശ്യം ഇപ്പോഴാണ് എന്റെ കയ്യിൽ ഇങ്ങനെ, പണ്ടൊക്കെ ഇതൊക്കെ ഒരു ജീൻസ് ഇട്ടാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഇത് എനിക്ക് സ്വന്തം മേടിക്കാൻ കഴിയുന്നു. എനിക്ക് ഇതൊരു മോം ഫിറ്റ് വന്നിട്ടുള്ള ഒരു ജീൻസ് ആണ്. ഇതാണ് ഞാൻ സ്വന്തമായി ഫസ്റ്റ് മേടിച്ച ഒരു നല്ല ജീൻസ് എന്ന് പറയാം. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് 700 രൂപ റേഞ്ചിൽ നമ്മുടെ ലുലുമാളിലെ ഫാഷൻ സ്റ്റോറിൽ ഓഫർ വന്ന ടൈമിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറെ തപ്പി അന്ന് ഞാൻ ട്രയൽ ചെയ്ത് നോക്കുക ഒന്നും ചെയ്തില്ല. ജസ്റ്റ് സൈസ് മാത്രം നോക്കി എടുക്കുക ചെയ്തത്. പക്ഷെ ഇതെനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. ഇതിന്റെ കുറച്ച് ഞാൻ കാണുമ്പോൾ കണ്ടോ, ഇവിടെ കുറച്ച് കറയുള്ള പോലെയൊക്കെ തോന്നും, ചെളിയുള്ള പോലെ തോന്നും. പിന്നെ അതിന്റെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചെളിയുള്ള പോലെ ഫീൽ ചെയ്യും. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഒരു തവണ എന്റെ അടുത്ത് ഫുഡ് ഇതിൽ മറിഞ്ഞു വീണിട്ട് ഞാൻ ഒരു സോപ്പും പൊടിയിൽ മുക്കി വെച്ചു. അപ്പൊ സോപ്പും പൊടിയിൽ ഒരിക്കലും മുക്കി വെക്കാൻ പാടില്ല എന്ന് ഇതോടുകൂടി എനിക്ക് മനസ്സിലായത്. അപ്പൊ അതിലൊരു യെല്ലോ കളർ സ്റ്റെയിൻ പിടിച്ചു. പിന്നെ നമ്മൾ കഴുകി ഇതിന് കുറെയൊക്കെ പോയി. പക്ഷെ ഞാൻ ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജീൻസ് ആണ്. ഇതിനാകെ 4 പോക്കറ്റ് വരുന്നുള്ളൂ, ബാക്കിൽ 2 ഫ്രണ്ടിൽ 2. പക്ഷെ ഇത് ഇടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഭംഗിയുള്ള പോലെ തോന്നും. കുറച്ചൊക്കെ ഒന്ന് ബട്ടക്സ് ഇങ്ങനെ തോന്നും. നമ്മൾ അധികം പാക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ ജീൻസ് ഇടുമ്പോൾ ഒരു വലിയ ഭംഗിയുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് ഇത് കാണിക്കണമെങ്കിൽ ഈ ഒരു ജീൻസ് ഫിറ്റ് ആണ്. എനിക്ക് ഇതാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അഴുക്കായി വന്നാലും ഇതെന്റെ മോസ്റ്റ് ഫേവറേറ്റ് ജീൻസ് ആട്ടോ. അത്രേ ഇഷ്ടമാണ് എനിക്ക്. അന്ന് ഫസ്റ്റ് ടൈം എന്റെ കറക്റ്റ് ഫിറ്റ് കിട്ടിയ ഒരു ജീൻസ് ആയതുകൊണ്ടായിരിക്കണം ഇതെനിക്ക് അത്രേ ഇഷ്ടമാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് ഞാൻ അഗെയിൻ നമ്മുടെ ഈസി ബൈന്ന് കിഡ്സ് സെക്ഷനിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു വൈറ്റ് കളറിലുള്ള ജീൻസ് ആണ്. ഇതാണ് എന്റെ ലൈഫിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. കാരണം വൈറ്റും ഞാനും ഒട്ടും മാച്ചിങ് അല്ല, എപ്പോഴും അഴുക്കാവും. ഈ ഒരു ഡ്രസ്സ് നിങ്ങൾ ഇട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ അവിടെ ഇവിടെയൊക്കെ എങ്ങനെയെങ്കിലും, എസ്പെഷ്യലി ഈ ഒരു ബാക്ക് പോക്കറ്റിന്റെ പോർഷൻ ഒക്കെ ചെറിയ തോതിലെങ്കിലും ചെളിയാവും. അപ്പൊ ഈ ചെളിയായി കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ വാഷ് ചെയ്തിടുക. ഇങ്ങനത്തെ ജീൻസുകളൊക്കെ റെഗുലർ ആയിട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് എപ്പോൾ തോന്നില്ല. പക്ഷെ ഈ വൈറ്റ് നമ്മൾ എപ്പോഴും വാഷ് ചെയ്യേണ്ട വരും. ഞാൻ വാനിഷും അതുപോലെ തന്നെ ക്ലോറക്സ് കിട്ടിയിട്ടാട്ടോ ഇത് വാഷ് ചെയ്യുക. എന്നാൽ ഇതിൽ ആ ചെളി പോകത്തുള്ളൂ, നമ്മൾ വെറുതെ കഴുകിയ പോകത്തില്ല. അപ്പൊ ഇതും നമ്മുടെ എഗെയിൻ ഉള്ളിലായിട്ട് കണ്ടോ ഇതേപോലത്തെ എലാസ്റ്റിക് ഡീറ്റെയിൽസ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വേസ്റ്റ് നല്ല കറക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇതിന്റെ ഇവിടെയൊക്കെ ആയിട്ട് ഇതേപോലെ കുറച്ച് വള്ളി തൂങ്ങിക്കിടക്കുക, കുറച്ച് എക്സ്ട്രാ പോക്കറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊരു ബാഗി ജീൻസ് ആണ്. കാരണം നല്ല കണ്ടോ ബാഗി ജീൻസ് ആണ് ഈ ഒരെണ്ണം. അപ്പം ഇതിന് എനിക്ക് കുറച്ച് ലെങ്ത്തും കൂടുതലായിരുന്നു കേട്ടോ. ഇത് 13 to 14 വയസ്സുള്ള കുട്ടികളുടെ സെക്ഷനിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെനിക്ക് കുറച്ച് ലെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഹൈ ഹീൽസ് ആണ് ഇതിന്റെ കുട്ടി പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇതില്ലെങ്കിൽ ഇതിന്റെ അടിഭാഗം മുഴുവൻ ചെളിയാകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇതും അഗൈൻ 600 ആയിരുന്നു റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ജീൻസ് എന്ന് പറയുന്നത് ഈ ഒരെണ്ണമാണ്. അപ്പൊ ഇതിന്റെ ഇവിടെ ഒരു തുളയും ഇവിടെ ഇതേപോലെ ഒരു പാച്ച് വർക്കും ആയിട്ട് നിൽക്കുകയാണ്. ഇതുപോലെ ആയിരുന്നു ഇവിടെ. പക്ഷെ ഇവിടെ എനിക്ക് കുറച്ച് ബ്ലഡ് ആയപ്പോൾ ഞാൻ അത് കഴുകിയിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ അത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആക്കി. ഇനി ഇതും ഇതുപോലെ ആക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതല്ല, ഞാൻ വേറൊരു പുതിയൊരു പിൻട്രസ്റ്റ് ട്രെൻഡ് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ഇതിൽ വർക്ക് ആവുമോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അതിന്റെ ഇവിടെ ആയിട്ടും കുറച്ച് പാച്ച് വർക്കുകളൊക്കെ വരുന്നുണ്ട് ഈ ജീൻസിന്റെ. 2 സൈഡിലല്ല, ഒരു സൈഡിൽ കേട്ടോ. അപ്പം ഇതും ഞാൻ കിഡ്സ് സെക്ഷനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഫോറം മാളിലുള്ള ഈസി ബൈ. ഞാൻ ഈസി ബൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഫോറം മാളിലുള്ളതെന്ന് ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ. 13 to 14 വയസ്സിന്റെ കിഡ്സ് സെക്ഷനിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതും നമ്മുടെ ഇതിന്റെ ഇവിടെ ആയിട്ട് എലാസ്റ്റിക് ഡീറ്റെയിൽസ് ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. സോ നമ്മൾ ഇടുന്ന സമയത്ത് വേസ്റ്റ് അത്യാവശ്യം അഡ്ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കും ചെയ്യും. പിന്നെ ഇത് ഞാൻ റെഗുലർ ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീൻസ് ആണ് ഈ ഒരെണ്ണം. ഏത് ടോപ്പിന്റെ കൂടത്തിലും നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഈ ഒരു ജീൻസിൽ കേട്ടോ. അപ്പം ഇത്രയും ജീൻസ് ആണ് എന്റെ കയ്യിലുള്ളത്. ഞാനിതിപ്പോ ഞാൻ നോക്കുമ്പോഴാണ് എന്റെ കയ്യിൽ ഇത്രയും ജീൻസ് ഉണ്ടായിരുന്നു എന്ന് ഈ വീഡിയോ എടുക്കുമ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത് കേട്ടോ. സോ ഇതിൽ ഏത് ജീൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് എന്ത് വീഡിയോ ആണെന്ന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതെല്ലാം തന്നെ 1000 രൂപയ്ക്ക് ഉള്ളിൽ വരുന്ന ജീൻസ് ആണ്. എനിക്ക് ഒരുപാട് പൈസ മുടക്കി ജീൻസുകൾ അല്ലെങ്കിൽ മേടിക്കുന്നതിനോട് വലിയ ഒരു ഇതില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പൈസ മുടക്കി ഒന്നും ആലോചിക്കാണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാഗുകളായിരിക്കും. എനിക്ക് അത്രയും ഇഷ്ടമാണ് ബാഗുകൾ. അല്ലാണ്ട് എല്ലാം എന്ത് ഡ്രസ്സ് എടുക്കുമ്പോഴാണെങ്കിലും ഞാൻ അതിന്റെ ക്യാഷിനെ പറ്റി ചിന്തിക്കാറുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. സോ ഇത്രയും ജീൻസുകളാണ് ഇപ്പൊ എന്റെ കയ്യിൽ ഉള്ളത്. ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇവിടെ നല്ല മഴയാണ്. മഴ തോരുമ്പോഴാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കുക. ഇല്ലെങ്കിൽ ഷീറ്റ് ആയതുകൊണ്ട് ഭയങ്കര സൗണ്ട് ആയിരിക്കും കേട്ടോ, മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. സോ നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.